നമസ്കാരം. എല്ലാത്തിനും കാരണം കേന്ദ്രമാണ് സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിയിടുന്നത്. കേന്ദ്രമാണ് എല്ലാത്തിനും കാരണം. സംസ്ഥാനത്തിന്റെ അവസരങ്ങളെല്ലാം കേന്ദ്രം തട്ടിയെടുക്കുന്നു. ഇങ്ങനെ അവസരം കിട്ടുമ്പോഴൊക്കെ കേന്ദ്രത്തിനെ പഴിക്കുന്ന സംസ്ഥാന സർക്കാരുകളെയും ഇടത് നേതാക്കളെയുമാണ് നാം കാണുന്നത്. എന്നാൽ പിണറായി സർക്കാരിന്റെ കൊള്ളത്തരങ്ങൾ പുറത്ത് വരാതിരിക്കാൻ കേന്ദ്രത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇടത് സഖാക്കന്മാർ പാടി നടക്കുന്ന പാട്ടാണ് ഇതെന്നതാണ് യാഥാർത്ഥ്യം. സംസ്ഥാന സർക്കാർ മറച്ചുവെക്കുന്ന കണക്കുകളെല്ലാം അത് വ്യക്തമാക്കി നൽകും. എന്തായാലും കേരളത്തെ പട്ടിണിക്കിടാൻ സർക്കാർ ഒരുങ്ങുന്നു എന്നത് തുറന്നടിച്ച് രംഗത്തേക്ക് എത്തുകയാണ് ഇപ്പോൾ കേന്ദ്ര ഭക്ഷ്യമന്ത്രി. കേരള സർക്കാരിന്റെ ജനങ്ങളോടെയുള്ള ഉത്തരവാദിത്തം വെറും വാചകമടിക്കൽ മാത്രമാണ് എന്നും അത് ഒരിക്കലും യാഥാർത്ഥ്യമാകില്ല എന്നും കേന്ദ്ര ഭക്ഷ്യമന്ത്രി വ്യക്തമാക്കുന്നു. 2019-20 കാലയളവ് മുതൽ കേരളത്തിലെ നെല്ല് സംഭരണത്തിന്റെ ഓഡിറ്റ് ചെയ്ത കണക്കുകൾ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് സമർപ്പിച്ചിട്ട് ഇല്ല എന്നതാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഈ കണക്കുകൾ നൽകിയാൽ മാത്രമേ ഇതിൽ നിന്നുള്ള തുക ലഭിക്കുകയുള്ളൂ. അപ്പോൾ കേരളത്തിന് തുക ലഭിച്ചില്ല, അത് കേന്ദ്രം നൽകിയില്ല എന്ന് പരാതി പറയുന്നവർ നൽകേണ്ടുന്ന കണക്ക് നൽകാത്തത് കൊണ്ടാണ് ലഭിക്കാത്തത് എന്നത് വ്യക്തം. കേന്ദ്ര ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി പ്രഹ്ലാദ് ജോഷിയാണ് കേരള സർക്കാരിന്റെ ഈ കെടുകാര്യസ്ഥതയെ തുറന്നടിച്ച് രംഗത്തെത്തിയിരിക്കുന്നത്. എങ്കിലും കേരളത്തിന്റെ കർഷകരുടെ ബുദ്ധിമുട്ട് കണക്കിലെടുത്ത് തുക അടിയന്തരമായി വിതരണം ചെയ്യാൻ നടപടിയെടുത്തിട്ടുണ്ടെന്നും സിവിൽ സപ്ലൈസ് ജോയിന്റ് സെക്രട്ടറിയോട് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ഭക്ഷ്യമന്ത്രി ഇപ്പോൾ വ്യക്തമാക്കുന്നു. കേന്ദ്ര സർക്കാർ നെല്ലിന് താങ്ങുവില വർദ്ധിപ്പിച്ച സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ വിഹിതം കൂട്ടിച്ചേർത്ത് കർഷകർക്ക് നൽകാമെന്നാണ് വിവിധ കർഷക സംഘടനകൾ ആവശ്യപ്പെടുന്ന സാഹചര്യം. ഇങ്ങനൊരു സാഹചര്യം നിലവിലുണ്ടായിരുന്നിട്ട് പോലും കുറ്റകരമായ അനാസ്ഥയാണ് സംസ്ഥാന സർക്കാർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതിനെ നേർക്കാഴ്ചയാണ് മന്ത്രിയുടെ വെളിപ്പെടുത്തലുകൾ. എന്നുവെച്ചാൽ മലയാളികളെ ചതിക്കുന്നത് കേന്ദ്ര സർക്കാർ അല്ല, മറിച്ച് മലയാളികളുടെ സ്വന്തം സഖാക്കന്മാരും ഇടത് നേതാക്കളും ഇടത് സർക്കാരുമാണ് എന്ന് ചുരുക്കം. നെൽ കർഷകരെ സഹായിക്കാനുള്ള കേന്ദ്ര സർക്കാർ ശ്രമങ്ങൾ അട്ടിമറിക്കാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത് പലതവണയായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. അതിപ്പോഴും തുടർക്കഥയായി മാറുകയാണ്. നെല്ലിന്റെ സംഭരണ വില കേന്ദ്ര സർക്കാർ കൂട്ടിയെങ്കിലും സംസ്ഥാന സർക്കാരിന്റെ നയം കാരണം കർഷകർക്ക് തുക ലഭിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ 3 വർഷമായി കേന്ദ്രം സംഭരണ വില വർദ്ധിപ്പിക്കുന്നതിന് അനുസരിച്ച് സംസ്ഥാനം തങ്ങളുടെ വിഹിതം കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഫലത്തിൽ കേന്ദ്ര സർക്കാർ താങ്ങുവില വർദ്ധിപ്പിച്ചത് സംസ്ഥാന സർക്കാർ കർഷകർക്ക് നൽകാതെ തട്ടിയെടുക്കുന്നുവെന്ന് ചുരുക്കം. മാത്രമല്ല, കേന്ദ്ര വിഹിതം കൃത്യമായി അനുവദിക്കുന്നുണ്ടെങ്കിൽ പോലും സംസ്ഥാന സർക്കാർ വകമാറ്റുന്നതിനാൽ യഥാസമയം നെല്ല് വില കർഷകർക്ക് ലഭിക്കുന്നില്ല എന്നത് മറ്റൊരു വശത്തുണ്ട്. ആലപ്പുഴ ജില്ലയിൽ മാത്രം കഴിഞ്ഞ പുഞ്ചകൃഷിയിൽ നെല്ല് സംഭരിച്ചതിൽ 350 കോടിയിലേറെ രൂപയാണ് കർഷകർക്ക് സംസ്ഥാന സർക്കാർ നൽകാനുള്ളത്. കഴിഞ്ഞ 3 മാസത്തോളമായി നെല്ല് വില ലഭിക്കാനായി കർഷകർ നെട്ടോട്ടത്തിലാണ്. നിരവധി സമരങ്ങൾ ഇതിനോടകം തന്നെ നടന്നു കഴിഞ്ഞു. നിലവിൽ പൊതുമേഖലാ ബാങ്കുകളിൽ നിന്ന് കർഷകർക്ക് നെല്ല് വില വായ്പയായി നൽകുകയാണ് സർക്കാർ. കർഷകർക്ക് വായ്പയായി നൽകുന്ന പണം പിന്നീട് സർക്കാർ ബാങ്കുകളിൽ അടയ്ക്കും എന്നതാണ് വ്യവസ്ഥ. ഇത് അടയ്ക്കാൻ സർക്കാർ വൈകുന്നത് അനുസരിച്ച് കർഷകർക്ക് കടക്കാരായി തുടരേണ്ട സാഹചര്യവും ഒരുക്കും. എന്തായാലും സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേട് കേന്ദ്രത്തിന്റെ മണ്ടയ്ക്ക് കൊണ്ടിട്ട് ഇങ്ങനെ ഒരു നശിച്ച ഭരണം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇടത് സർക്കാർ. ജനങ്ങൾക്ക് ലഭിക്കേണ്ടുന്ന തുക പോയിട്ട് ഇപ്പോൾ കർഷകർക്ക് പോലും തുക നൽകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇന്ന് സംസ്ഥാന സർക്കാർ കർഷകർക്ക് തുക നൽകാതിരിക്കുമ്പോൾ നാളെ അവർ വിത്ത് പാകില്ല, കൃഷി വയ്ക്കില്ല. അത് കേരളത്തെ ദരിദ്രമാക്കാനുള്ള പ്രധാന കാരണമായി മാറ്റും എന്നതുപോലും ഓർക്കുന്നില്ല എന്നതാണ് ദയനീയാവസ്ഥ.